ഒരു ദിവസം തന്നെ 12 ഭാവങ്ങളിൽ ദർശനം നൽകുന്ന ഭഗവാനാണ് ഗുരുവായൂരപ്പൻ. ദേവകിക്കും വാസുദേവർക്കും കാരാഗൃഹത്തിൽ വെച്ച് നൽകിയ മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് ഗുരുവായൂരപ്പൻ എന്നാണ് വിശ്വാസം. അപ്പം ആ ഗുരുവായൂർ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഓരോ ഭാവങ്ങൾക്കും ഓരോ അനുഗ്രഹം ആണ് എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ നമ്മൾ ഓരോ ആഗ്രഹങ്ങളും പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ആ ഓരോ ഭാവങ്ങളും കണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഗുരുവായൂർ സന്നിധിയിൽ പോകാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠമാണ്. ആ ഭഗവാനെ ദർശിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അതിലേറെ പുണ്യമാണ്. അപ്പോൾ അങ്ങനെ പുണ്യം ചെയ്ത ആളുകൾക്ക് മാത്രമാണ്, ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയ ആളുകൾക്ക് മാത്രമാണ് ആ തിരുസന്നിധിയിലേക്ക് കടന്നു ചെല്ലാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ തിരുസന്നിധിയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഭഗവാന്റെ ഏതെല്ലാം ഭാവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക, ആ സമയത്ത് നമുക്ക് ഏതെല്ലാം രീതിയിലുള്ള അനുഗ്രഹമാണ് ഭഗവാൻ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഭഗവാനെ കാണുന്നത് എല്ലാ സമയങ്ങളിലും പുണ്യമാണ്. എന്ത് പ്രാർത്ഥിച്ചാലും ഭഗവാൻ നടത്തി തരും. എന്നിരുന്നാലും ഭഗവാന്റെ ഓരോ ഭാവങ്ങൾക്കും ഓരോ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ ഉണർന്നു കഴിയുമ്പോൾ ആദ്യം നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിർമ്മാല്യ ദർശനമാണ്. ആ നിർമ്മാല്യ ദർശനത്തിൽ ഭഗവാന്റെ വിശ്വരൂപമാണ് നമുക്ക് ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ സമയത്ത് ദർശനം നടത്തി കഴിഞ്ഞാൽ മഹാപാപനാശനമാണ് ഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു കഴിഞ്ഞ ജന്മത്തിലെ ആണെങ്കിൽ പോലും പാപങ്ങളെല്ലാം നശിച്ച് നമ്മുടെ ജീവിതം പുണ്യമാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു നിർമ്മാല്യ ദർശനം നടത്താവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് എണ്ണ അഭിഷേക സമയത്ത് വാതരോഗ വിഘ്നനായാണ് നമുക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നത്. മേൽപ്പത്തൂരിൻ്റെ വാതരോഗം മാറ്റിയ കഥ വളരെ പ്രസിദ്ധമാണ്. നമ്മളെല്ലാവരും ആ കഥ കേട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചില ചരിത്രരേഖകളിലൊക്കെ വാതരോഗം മാറ്റുന്ന ക്ഷേത്രം എന്നാണ് ഗുരുവായൂർ ക്ഷേത്രം അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ വാതരോഗം മാറ്റാനായിട്ട് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു ഭഗവാനെ ഏറ്റവും ഭംഗിയായിട്ട് ദർശിക്കാൻ സാധിക്കുന്നത് എണ്ണാഭിഷേക സമയത്താണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആളുകൾ, അതായത് വാതരോഗ സംബന്ധമായിട്ടുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു സമയത്ത് ഭഗവാനെ വന്ന് ദർശിക്കുന്നത് വളരെ പുണ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തതായിട്ട് ഗോകുലനാഥനായാണ് വാഗചാർത്തിൻ്റെ സമയത്ത് നമുക്ക് ദർശനം നൽകുന്നത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് തൊഴുതാൽ ശാന്തിയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. അതല്ലേ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം. എല്ലാം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. എന്നാലും നമുക്ക് സമാധാനവും സന്തോഷവും ഒന്നും ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ ജീവിതം എത്ര ദുരിതപൂർണമാകും. അപ്പോൾ നമുക്ക് ഈ ഒരു ഗോകുലനാഥനായ ആ ഒരു കൃഷ്ണനെ കാണുകയാണ് എങ്കിൽ, ദർശനം നടത്താൻ പറ്റുകയാണ് എങ്കിൽ നമുക്ക് സമാധാനവും ശാന്തിയും പെട്ടെന്ന് തന്നെ കൈവരും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അടുത്തതായിട്ട് ശംഖാഭിഷേക സമയത്താണ് ഭഗവാനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. ആ സമയത്ത് നമുക്ക് സന്താന ഗോപാലനായിട്ടാണ് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫലം എന്ന് പറയുന്നത് ധന അഭിവൃദ്ധിയാണ്. നമുക്ക് കടവോ അല്ലെങ്കിൽ നമുക്ക് പണം സംബന്ധമായിട്ടുള്ള എന്ത് ദുരിതങ്ങളും വന്നു ചേർന്നിട്ടുണ്ടെങ്കിൽ സന്താന ഗോപാലനായ ഭഗവാനെ കണ്ട് പറയുകയാണെങ്കിൽ അതിനൊക്കെ പെട്ടെന്ന് തന്നെ ഒരു പ്രതിവിധി ഉണ്ടാകും. അടുത്ത് നമുക്ക് ബാലാലങ്കാര സമയത്താണ് ഭഗവാന്റെ ദർശനം ലഭിക്കുന്നത്. അപ്പോൾ ഈ ബാലാലങ്കാര സമയത്ത് ഉണ്ണിക്കണ്ണനായിട്ടാണ് ഭഗവാനെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മിക്ക ഭക്തരുടെ മനസ്സിൽ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത് ഉണ്ണിക്കണ്ണനാണ്. ഉണ്ണിക്കണ്ണനായിട്ട് ഒത്തിരി ആളുകൾ ഭഗവാനെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഉണ്ണിക്കണ്ണനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ബാലാലങ്കാര സമയത്ത് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ അതൊരു പുണ്യമാണ്. അപ്പോൾ സന്താനങ്ങൾക്കായുള്ള ദുരിതം മാറ്റുന്നതിന് ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് ഈ ഒരു ബാലാലങ്കാര സമയം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഉണ്ണി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു സമയത്ത് ഉണ്ണിക്കണ്ണനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക പുണ്യമാണത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അഭിഷേക സമയമാണ്. ആ സമയത്ത് നമുക്ക് യശോദാ ബാലനായിട്ടാണ് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ശത്രുദോഷം മാറ്റാനൊക്കെ ആയിട്ട് ഉള്ള ആളുകൾക്ക് ദർശനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. കൂടാതെ തന്നെ ശ്രീഭൂത ബലി ദർശനം സന്താന ലാഭത്തിന് ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ശ്രീഭൂത ബലി ദർശനം നടത്തുകയാണെങ്കിൽ അത് വളരെ പുണ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അഭിഷേക സമയത്ത് യശോദാ ബാലനായിട്ട് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും.
അതിനുശേഷം നമുക്ക് വനമാല കൃഷ്ണനായാണ് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. നവകാഭിഷേക നേരത്താണ് ഈ ഒരു വനമാല കൃഷ്ണനായിട്ട് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഭഗവാനെ ദർശിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു പുണ്യം എന്ന് പറയുന്നത് നേത്രരോഗം മാറുകയും അതുപോലെ നമ്മുടെ സർവരക്ഷ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവന് അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന് ഒക്കെ നമുക്ക് സർവ്വരീതിയിലുള്ള രക്ഷയും നമുക്ക് കിട്ടാനായിട്ട് ലഭിക്കാനായിട്ട് നമുക്ക് ഈ ഒരു വനമാല കൃഷ്ണനെ ആ സമയത്ത് നമുക്ക് ദർശനം അരുളുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ദർശനം നടത്താനായിട്ട് സാധിക്കുന്നത് ഒരു പുണ്യമാണ്. അതേപോലെ പന്തീരടി പൂജയൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് തൊഴാൻ സാധിക്കുകയാണ് എങ്കിൽ ദുഃഖങ്ങൾ മാറുന്നതിനും സർവ്വമുക്തിയും നേടിത്തരുന്നതിനുമൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇതിനൊക്കെ ശേഷം ഉച്ച സമയത്ത് സർവ്വ അലങ്കാര ഭൂഷണനായാണ് നമുക്ക് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നത്. ഈ സമയത്ത് ആ ഒരു സർവ്വ അലങ്കാരവുമായിട്ട് നിൽക്കുന്ന ആ ഭഗവാനെ ദർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ജ്ഞാന വൈരാഗ്യ പ്രാപ്തിയാണ് നമുക്ക് ഫലമായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ദർശനം ലഭിക്കുകയാണെങ്കിൽ അതും ശ്രേഷ്ഠമാണ്. ഭഗവാന്റെ എല്ലാ ദർശനങ്ങളും പുണ്യം തന്നെയാണ്. ആ ഒരു തിരുസന്നിധിയെ പുണ്യം തന്നെയാണ് കേട്ടോ. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ആ സന്നിധിയിലൊന്ന് എത്തപ്പെടാൻ പറ്റുകയും ആ ഭഗവാനെ ഒന്ന് ദർശിക്കാൻ പറ്റുകയും ചെയ്യുന്നത് പുണ്യം തന്നെയാണ്. അപ്പോൾ അതിലേറെ പുണ്യമാണ് ഓരോ ഭാവങ്ങളും കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുക എന്നുള്ളത്. അതിനൊക്കെ ശേഷം സന്ധ്യാസമയത്ത് സർവമംഗളദായകനായാണ് നമുക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. കുടുംബത്തെ സർവ്വ ഐശ്വര്യവും വന്നു ചേരുന്നതിന് ഈ ഒരു സന്ധ്യാസമയത്തുള്ള ആ ഒരു ഭഗവാനെ ദർശിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ സർവ്വമംഗളവും നൽകുന്ന ആ ഒരു ഭഗവാനായിട്ടാണ് ആ ഒരു ഭഗവാൻ ആ ഒരു സമയത്ത് ആ ഒരു ത്രിസന്ധ്യാ സമയത്ത് ദർശനം നൽകുന്നത്. അതിനുശേഷം ദീപാരാധനാ സമയത്ത് ഭഗവാൻ ദർശനം നൽകുന്നത് മോഹനരൂപനായാണ്. അപ്പോൾ ഈ മോഹനരൂപനായിട്ടുള്ള ഭഗവാനോട് നമ്മൾ ആ ഒരു സമയത്ത് ദീർഘദാമ്പത്യ പൊരുത്തത്തിനൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ദീർഘമായിട്ടുള്ള ദാമ്പത്യ പൊരുത്തമൊക്കെ ആഗ്രഹിക്കുന്നത്, അതായത് എന്തെങ്കിലും ദാമ്പത്യ പ്രശ്നമൊക്കെ വന്നു ചേർന്നിട്ടുള്ള അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, പരസ്പരം ഒരു വിശ്വാസവും സ്നേഹവും ഒന്നുമില്ലാതെ കുടുംബ വഴക്കൊക്കെ നടക്കുന്ന അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, ദാമ്പത്യത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ദീപാരാധന സമയത്ത് ഭഗവാന്റെ ദർശനം ലഭിക്കുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്നു. അപ്പോൾ അങ്ങനെയുള്ള എന്ത് ബുദ്ധിമുട്ടുകളും, ദാമ്പത്യത്തിൽ വന്നിരിക്കുന്ന എന്ത് ബുദ്ധിമുട്ടുകളും മാറ്റിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു മോഹനരൂപനായ ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. അത്താഴ പൂജയ്ക്ക് വൃന്ദാവനചരനായാണ് നമുക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് രോഗശമനമാണ് ഈ സമയത്ത് ഭഗവാനെ ദർശിച്ചാൽ ഫലമായിട്ട് പറയുന്നത്. ഏത് രോഗത്തിനും നമുക്ക് ആ ഒരു ഭഗവാനെ കണ്ട് ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് ശമനം ലഭിക്കുന്നതാണ്. അടുത്തത് തൃപ്പുക സമയത്ത് ശേഷശയനനായാണ് ദർശനം നടത്തുന്നത്. മോക്ഷപ്രാപ്തിയാണ് ഈ സമയത്ത് ദർശന ഫലമായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു തൃപ്പുക സമയത്തും നമുക്ക് ഭഗവാനെ കണ്ട് ആ ഒരു പുണ്യദർശനം നടത്തുകയാണെങ്കിൽ നമുക്ക് മോക്ഷപ്രാപ്തി തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ 3 നേരത്തെ ശീവേലി എഴുന്നള്ളിപ്പിനും നമുക്ക് അനുഗമിക്കാൻ സാധിക്കുകയാണെങ്കിൽ, ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയാണെങ്കിൽ സർവ്വപാപനാശനമാണ് നമുക്ക് ഫലമായിട്ട് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ദിവസം ഭഗവാന്റെ തിരുസന്നിധിയിൽ മൊത്തമായിട്ട് പൂർണ്ണമായിട്ടിരുന്ന് ആ ഒരു ശീവേലി 3 നേരവും നമുക്ക് ദർശിക്കുകയാണെങ്കിൽ എന്ത് പുണ്യമാണ് ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ സർവ്വപാപങ്ങളും നമുക്ക് കഴുകിക്കളയാനായിട്ട് സാധിക്കും. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയിട്ടുള്ള ആ ഒരു വാക്കോ പ്രവൃത്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ആ പാപങ്ങളെല്ലാം മാറ്റി ഒരു പുതിയ മനസ്സിനുടമയായിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഈ ശീവേലി എഴുന്നള്ളത്തിൽ നമുക്ക് അനുഗമിക്കാൻ പറ്റുക എന്നുള്ളത്. അതേപോലെ തന്നെ ഭഗവാനെ പ്രദക്ഷിണം വയ്ക്കുന്നത് പൂർവ്വജന്മത്തിലെ പാപങ്ങൾ മാറുമെന്നും വിശ്വാസമുണ്ട്. അപ്പോൾ പൂർവ്വജന്മങ്ങൾ നമ്മൾ എന്ത് പാപമാണ് ചെയ്തിട്ടുള്ളതെന്നൊന്നും നമുക്ക് അറിയില്ല. നമ്മൾ പറയാറുണ്ട് ഈ ജന്മത്തിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരുമ്പോൾ പൂർവ്വജന്മത്തിൽ നമ്മൾ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഈ ജന്മത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നതെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അത് എത്രമാത്രം ശരിയാണോ എന്നറിയത്തില്ല. എന്നിരുന്നാലും ആ പൂർവ്വജന്മത്തിലും നമ്മൾ എന്തെങ്കിലും പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഭഗവാനെ പ്രദക്ഷിണം നടത്തിയാൽ മതിയാവും കേട്ടോ. അത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും ആ ഒരു തിരുസന്നിധിയിലേക്ക് പോകാൻ പറ്റട്ടെ, ആ പുണ്യസ്ഥലത്ത് കാലെടുത്ത് വെക്കാനായിട്ട് സാധിക്കട്ടെ, ഭഗവാനെ കണ്ണിറയെ
കാണാനായിട്ട് സാധിക്കട്ടെ. എല്ലാവരുടെയും ആഗ്രഹം അതാണ്. ആ ഒരു ഭഗവാന്റെ ആ ക്ഷേത്രത്തിലേക്ക് അങ്ങ് കടക്കുമ്പോൾ എല്ലാവരുടെയും ആ മനം തുടിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ ഒന്ന് കണ്ണിറച്ച് കാണാൻ പറ്റണം എന്നുള്ളതാണ്. തിക്കിലും തിരക്കിലും പെട്ട് നമുക്ക് ഭഗവാനെ കണ്ണിറച്ച് പലർക്കും കാണാൻ പറ്റാതെയാണ് അവിടുന്ന് തിരിച്ച് പോരുന്നത്. മനസ്സിൽ ആ ഒരു പൂർണ്ണമായിട്ടുള്ള സന്തോഷം വന്ന് നിറയുമെങ്കിലും കുറച്ചു നേരം കൂടെ ഭഗവാനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് മടങ്ങുന്ന ധാരാളം ആളുകളുണ്ട്. അല്ലെങ്കിലും തിക്കിലും തിരക്കിലൊക്കെ പെട്ടിട്ട് എനിക്ക് ശരിക്കും അങ്ങ് തൊഴാൻ പറ്റിയില്ല, ശരിക്കും അങ്ങ് പറയാൻ പറ്റിയില്ല, ഞാൻ ആഗ്രഹിച്ചു വന്ന കാര്യമൊക്കെ പറയാനായിട്ട് മറന്നുപോയി എന്നൊക്കെ അങ്ങ് പരാതി പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ ഭഗവാനെ കണ്ണിറച്ച് നിങ്ങൾക്ക് ആ തിരുസന്നിധിയിൽ ചെന്ന് നിങ്ങളുടെ ആ ഇഷ്ടപ്പെട്ട ആ ഒരു ഭഗവാന്റെ ആ ഭാവത്തെ നിങ്ങൾക്ക് കാണാനായിട്ട് ദർശിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാ ആളുകൾക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.